ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി പ്രകാശൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു. കല്യാണിയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിയാതെ പ്രകാശൻ അങ്ങ് വലിയ ആളായിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും കല്യാണി അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകാശന് ശരിക്കും പറഞ്ഞ ഒരു നിമിഷത്തേക്ക് ഒരു അന്താളിപ്പാണ് ഉണ്ടായത്. കാരണം ഇവള് മുന്നിൽ വന്ന് നിന്നാൽ താൻ തീർന്നു പോകുമെന്നും തനിക്ക് എന്തോ വലിയ ആപത്ത് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രകാശനാണ് ഇപ്പോൾ കല്യാണിയുടെ മുന്നിൽ ഒന്നുമല്ലാതെ വെറും പിച്ചക്കാരനെ പോലെ നിൽക്കേണ്ടി വന്നത്. അങ്ങനെ നിൽക്കുന്ന നമ്മുടെ പ്രകാശൻ്റെ മുന്നിലെ തലയെടുപ്പോടുകൂടി കല്യാണി കയറി വരുക, തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച്. അങ്ങനെ കല്യാണിയെ ചേർത്ത് പിടിച്ച് കിരണും വരുന്നു. എന്തൊക്കെയാണെങ്കിലും അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ലല്ലോ. ഈ ഒരു പ്രതീക്ഷ മാത്രമേ ഇപ്പം നമ്മുടെ പ്രകാശൻ്റെ മനസ്സിലുള്ളൂ, അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും. അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ച് രണ്ടുപേരും ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇവരായിരുന്നോ വലിയ വിരുന്നുകാര് എന്നും ചോദിച്ച് അമ്മമ്മ ചോദിച്ചപ്പോൾ, അതെ, ഞങ്ങൾക്ക് അന്നം തരുന്നവരെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ അന്നം കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ അവരെ വിളിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മുടെ രതീശൻ ചോദിക്കുക. ഓ, നമ്മളെന്തു പറയാനാ, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഔദാര്യം പറ്റി കഴിയുന്ന ഞങ്ങൾക്ക് ഇതിനകത്ത് വല്ലതുമൊക്കെ പറയാൻ അവകാശമുണ്ടോ? ഞങ്ങളുടെ ഔദാര്യം പറ്റിയാണ് കഴിയുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണെന്ന് അന്നേരം നമ്മുടെ രതീശൻ അങ്ങ് പറഞ്ഞ്. അപ്പോഴേക്കും വരൂ സാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണിനെയും കല്യാണിയും അകത്തേക്ക് വിളിച്ചു. അവരിങ്ങനെ അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ ദീപ വന്നപ്പോഴേക്കും ദീപയുടെ കൈ നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ദീപ കാദംബരി ഇറങ്ങി വന്നപ്പോൾ കാദംബരിയുടെ കയ്യിലേക്ക് കൊടുക്കുക. കാദംബരിയെ കണ്ടപ്പോഴേക്കും വലിയ സന്തോഷമായിട്ടോ, മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അതുപോലെ തന്നെ അനിയത്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാദംബരിയും അതുപോലെ തന്നെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കങ്ങ് സഹിക്കുന്നില്ല. കാരണം അവരുടെ മുന്നിലാണല്ലോ ഈ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്തൊക്കെ കണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കാണാൻ മനസ്സില്ലാത്തവരൊക്കെ ഇവിടുന്ന് പൊയ്ക്കോളാനായിട്ട് നമ്മുടെ രതീശൻ അന്നേരം അവിടെ നിന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ മിണ്ടാട്ടം ഇല്ല, അതായത് അമ്മയ്ക്കും പ്രകാശനും. അങ്ങനെ അവർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. കാരണം ഇനി കൂടുതൽ മിണ്ടിപ്പോയാൽ പുറത്ത് പോകേണ്ടി വരുമെന്ന് അവർക്ക് തന്നെ അറിയാം. പുറത്ത് പോകേണ്ടി വന്നാൽ കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ല, അതും അറിയാം. അതുകൊണ്ട് കുറച്ച് സമീപനം പാലിച്ചേക്കാം എന്ന് രണ്ടുപേരും അങ്ങ് വിചാരിച്ചു. അങ്ങനെ ഇവർ ഈ ഒരു സംസാരമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും അവരുടെ കാര്യത്തിന് തീരുമാനമായി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല. അങ്ങനെ ഇവരിതേ വിശേഷങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം കല്യാണിയും കാദംബരിയും കൂടെ വിശേഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രകാശനും അമ്മമ്മയൊക്കെ ഈ വിവരം അറിയുന്നത്. അതും കാദംബരി ഗർഭിണിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങളെ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇവരോടെല്ലാം ഷെയർ ചെയ്യാറുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ പ്രകാശൻ ചോദിച്ചു. അതെ, നിങ്ങളോട് പറയാതിരുന്നത് വെറുതെ വേറൊന്നും കൊണ്ടല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇനി ഒരു പക്ഷേ കല്യാണി അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വിഷം കലർത്തി കൊടുത്തില്ലേ, അതുപോലെ ഇനി എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നതെന്ന് നമ്മുടെ രതീശൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്കൊന്നും സഹിച്ചില്ല. അതേടാ, ഞങ്ങൾ കലക്കി കൊടുത്തിട്ടാടാ ഇവളുടെ ശബ്ദം പോയത്. ജനിച്ച ഉടനെ ഇവൾക്ക് ശബ്ദമില്ലാതെയാടാ ഇവള് വന്നത്. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്കാണോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കുമ്പോൾ മതി, എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാം. അതുകൊണ്ട് കൂടുതൽ ഇവിടെ നിന്ന് എൻ്റെ അമ്മായച്ചനും അതുപോലെ മുത്തശ്ശിയൊന്നും ചിലയ്ക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു രതീശൻ. ഇവരുടെ വാക്കൊന്നും കേൾക്കണ്ട, നിങ്ങളും കയറി പോരേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണിനെ അകത്തേക്ക് വിളിക്കാം. അപ്പോൾ കിരൺ ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും ചെല്ല്. പിന്നെ ഇപ്പോൾ വീട്ടിലൊരു വേലക്കാരി ഉള്ളത് കൊണ്ട് എല്ലാം ചുമക്കാനൊക്കെ ആളായി. വേലക്കാരി മാത്രമല്ല, അവൻ്റെ അച്ഛന് സപ്പോർട്ടായിട്ട് ഒരുത്തി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവളെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ അനാവശ്യം നിങ്ങൾ പറയുന്നത് എന്ന് കിരൺ ചോദിച്ചപ്പം, അനാവശ്യമോ, നിനക്കൊക്കെ അനാവശ്യം കാണിക്കാം, അത് പറയുന്നതാണല്ലോടാ കുറ്റം എന്നും ചോദിച്ചുകൊണ്ട് ഈ പ്രകാശൻ അവിടെ കിടന്ന് വലിയ ആൾ കളിച്ചപ്പോഴേക്കും നിങ്ങൾ എന്ത് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നിൻ്റെ അച്ഛന് ഈ വയസ്സാം കാലത്ത്, ഏതായാലും നിൻ്റെ അമ്മയായിട്ട് വഴക്കാണല്ലോ, അപ്പോൾ നിൻ്റെ അച്ഛന് ഈ വയസ്സാം കാലത്ത് കൂട്ടിനൊരാൾ വേണം. അപ്പോൾ പിന്നെ ആ കൂട്ടിന് നിൻ്റെ അച്ഛന് വേണ്ടി നീയും നിൻ്റെ ഭാര്യയും കൂടെ തിരഞ്ഞെടുത്തവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ, ഈ നിൽക്കുന്നവൾ അല്ലേ എന്നും ചോദിച്ചുകൊണ്ടിങ്ങനെ പ്രകാശൻ ഇങ്ങനെ പറഞ്ഞു. കളിച്ചങ്ങ് കാട് കയറി പോവല്ലേ പ്രകാശന് പിന്നെ ദേഷ്യം വന്ന എന്താ പറയുന്നതെന്ന് പ്രകാശന് പോലും അറിയില്ല. അങ്ങനെ പ്രകാശൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. ഇത് കേട്ടപ്പോഴേക്ക് നമ്മുടെ കല്യാണിക്ക് അങ്ങ് ദേഷ്യം അങ്ങ് അടക്കാൻ കഴിഞ്ഞില്ല. കല്യാണി മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് നോക്കി. നിങ്ങൾക്ക് നാണമുണ്ടോ ഈ ഇങ്ങനെ സംസാരിക്കാൻ എന്ന് ചോദിച്ചു. അന്നേരത്തേക്കും
ദീപ, നിനക്ക് കാണിക്കാം, ഞാൻ പറയുന്നതിനാ കുറ്റം അല്ലേടി? നീ ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ നല്ലതാണെന്നാണോ നിൻ്റെ വിചാരം? നീ അഴിഞ്ഞാടി നടക്കുന്നത് ആരും അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ കിരണും അതിനകത്ത് കയറി ഇടപെട്ടു. അനാവശ്യം പറയരുതെന്നും പറഞ്ഞു. എൻ്റെ അച്ഛന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലമായിട്ടും എൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാതെ നിൽക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കിരൺ പറഞ്ഞു പോകും. അതെ, ആൾ സൂത്രശാലിയാ. കാരണം അങ്ങേർക്ക് കല്യാണം കഴിക്കാതെ നല്ല പിള്ളയാവുകയും വേണം, അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം. മക്കളും അതിന് കൂട്ട് നിൽക്കുന്നു. കഷ്ടം, നിനക്കൊക്കെ പോയി ചത്തൂടേടാന്നും ചോദിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ആൾ കളിക്കുന്നു. അപ്പം ഞങ്ങൾ ചാവുന്നതിനേക്കാൾ മുന്നേ ചാകേണ്ട ആൾ താനാണെന്ന് നമ്മുടെ കിരണു അന്നേരം പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറച്ചിലായി, കാര്യങ്ങളായി. അപ്പോഴും ദീപ മോശക്കാരിയാണ്, ദീപ കൊള്ളില്ലാത്ത പെണ്ണാണ്, അങ്ങനത്തെ സ്വഭാവമാണ്, ഇങ്ങനത്തെ സ്വഭാവമാണ്, അങ്ങനെ പ്രകാശിനെ ഉപേക്ഷിച്ച് ഈ നമ്മുടെ CS വേണ്ടിയിട്ട് അവിടെ പോയി കിടക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേട്ടപ്പോഴേക്കും സഹിക്കാവുന്നതിൻ്റെ അപ്പുറം നമ്മുടെ കല്യാണി സഹിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി അങ്ങ് ആഞ്ഞടിച്ചു. ഇനി എൻ്റെ അമ്മ മോശക്കാരിയാണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ, അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു നിമിഷത്തേക്ക് പ്രകാശൻ്റെ ചെവിയിൽ കൂടെ ഏതാണ്ട് പുകയൊക്കെ പോകുന്നത് പോലെ, അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും. കാരണം ഇതെന്താ സംഭവം, ഇവള് സംസാരിച്ചോ എന്നുള്ളൊരിത്. അപ്പോൾ കല്യാണി സംസാരിച്ച അന്ന് ഇയാൾക്കാണെങ്കിൽ അങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ എന്ന് നമ്മുടെ കിരൺ അന്നേരം ചോദിച്ചേ. എന്നാലേ സത്യമാ, കല്യാണി സംസാരിച്ചു. നിങ്ങൾ ഈ ജന്മത്ത് സംസാരിക്കില്ല എന്ന് പറഞ്ഞ കല്യാണിയാണിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചത്. കേട്ടില്ലേ, ചെവി നിറച്ച് കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ രതീശനും അതങ്ങ് ഏറ്റെടുത്തു. ഇവിടെ തന്തയ്ക്കും മോനും തള്ളയ്ക്കും ഇതൊന്നും സഹിക്കുകയല്ല സാറേ. കല്യാണി എങ്ങാനും സംസാരിച്ചു എന്ന് നേരത്തെ ഇവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവരിതേ നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തേനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക നമ്മുടെ രതീശനെ. അപ്പോഴേക്കും പ്രകാശൻ പിന്നെ മിണ്ടാട്ടമില്ല. അതുപോലെ നീ ഇവിടെ കയറുമെന്ന് ആൾ കളിക്കുന്നോടിയെന്നും ചോദിച്ചുകൊണ്ട് വിക്രം വലിയ ആൾ കളിച്ചപ്പോഴത്തേക്കും മിണ്ടിപ്പോകരുത്, നിന്നെപ്പോലെ ഒരു ഭൂലോക പാഴിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും അച്ഛനു വേണ്ടി സ്വന്തം അമ്മയെപ്പോലും അനാവശ്യം പറയാൻ മടിയില്ലാത്ത നീ ഒരു മകനാണോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചെന്നിട്ട് വിക്രത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കല്യാണി. ശരിക്കും പറഞ്ഞാൽ കല്യാണി പ്രകാശൻ്റെ മുന്നിൽ കിടന്ന് സംഹാര താണ്ഡവമാടിയെന്ന് തന്നെ പറയാം. ഇവരാരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അമ്മമ്മയാണെങ്കിലും മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിന്നുപോയി. കല്യാണി സംസാരിച്ചു ഇങ്ങനെ ആ ഒരു അശരീരി മാത്രം. അങ്ങനെയൊക്കെ രസകരമായ രീതിയിലാണ് നമ്മുടെ കഥ ഇനി അങ്ങോട്ട് വരാൻ പോണത്. എല്ലാവരും കാത്തിരുന്ന് കാണുക, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.